ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ഏറ്റവും വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ വ്യക്തിയാണ് ജാസ്മിൻ ജാഫർ. അഫ്സൽ അമീർ എന്ന ഒരു വ്യക്തിയുമായി പ്രണയത്തിലായിരിക്കെ ഹൗസിൽ പോയി ഗബ്രിയുമായി അടുത്തു എന്നതാണ് ജാസ്മിനെ വലിയ രീതിയിൽ നെഗറ്റീവാക്കിയത്. അഫ്സലുമായുള്ള ബന്ധത്തിനെക്കുറിച്ച് ജാസ്മിൻ ജാഫറിന്റെ വാക്കുകൾ ഇങ്ങനെ: "എൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല എന്നും ബിഗ് ബോസ് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് തീരുമാനിക്കാം എന്നുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹൗസിലെ അവസ്ഥ കൺഫ്യൂസ്ഡായി എന്നും ജാസ്മിൻ പറയുന്നു. ഗബ്രിയുടെ ഫോട്ടോ നോക്കിയിരുന്ന് സംസാരിക്കുന്നത് കാണാൻ മറ്റുള്ളവർക്ക് ക്രഞ്ചായിരിക്കാം. പക്ഷേ എനിക്കത് വലിയ ആശ്വാസമായിരുന്നു. അതുപോലെ ഞാൻ ഗബ്രിയുടെ ഫോട്ടോ മാത്രമല്ല ഉമ്മയുടെയും ഉപ്പയുടെയും ഫോട്ടോ നോക്കി ഞാൻ സംസാരിച്ചിരുന്നു. പക്ഷേ അവർ അത് കട്ട് ചെയ്ത് കളഞ്ഞു. ഗബ്രി ഉള്ളപ്പോൾ പോലും ഉമ്മയുടെയും വാപ്പയുടെയും ഫോട്ടോ നോക്കി ഞാൻ സംസാരിക്കാറുണ്ടായിരുന്നു. എൻ്റെ ഗെയിമല്ല, ഇത്തരം പ്രവൃത്തികൾ മാത്രമാണ് ആളുകൾ കണ്ടത്. ഫോട്ടോയും മാലയും മാറ്റിയപ്പോൾ എനിക്കൊന്നും പറയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാം വീട്ടിൽ പോയിട്ട് പറയാം എന്നാണ് ഞാൻ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ അത്ത പറയുന്നത്. അത്ത പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് ഞാൻ കരുതി. ഒന്നും മിണ്ടിയില്ല. കല്യാണം കഴിഞ്ഞ പെൺകുട്ടി വേറെ റിലേഷൻഷിപ്പിലാകുന്നത് തെറ്റാണ്. പക്ഷേ എൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ആലോചിച്ചിട്ട് തീരുമാനിക്കാം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ വ്യക്തിയുമായി ഇനി റിലേഷൻഷിപ്പ് നടക്കില്ല. പേഴ്സണൽ ചാറ്റ് ഉൾപ്പെടെ പുറത്തുവിട്ട ആ വ്യക്തിയുമായി ഇനി ഞാൻ എങ്ങനെ സംസാരിക്കണം? എന്തിന് സംസാരിക്കണം? പ്രിയപ്പെട്ടവർ എന്നെ ചതിച്ചു. പക്ഷേ ഇവരൊന്നും ചെയ്തതുപോലെയുള്ള ചതിയല്ല ഞാൻ ചെയ്തിട്ടുള്ളത്. എൻ്റെ ജീവിതം ഇല്ലാതാക്കുന്നത് പോലെയാണ് ചിലർ ചെയ്തത്. അത് അവരെ എൻ്റെ അത്ത അവരെ വിളിച്ച് കാൽ പിടിച്ച് പറഞ്ഞു. മാത്രമല്ല എൻ്റെ അത്ത അവൾ പോയി ചാവട്ടെ എന്ന് വരെയുള്ള വോയിസ് ക്ലിപ്പ് എനിക്ക് അയച്ചു തന്നു. ഇതൊക്കെ കേൾക്കുന്ന എൻ്റെ ഒരു മാനസികാവസ്ഥ നിങ്ങൾക്കൊന്നും ഊഹിക്കാൻ പറ്റില്ല. ഞാൻ ചെയ്തത് നല്ലതൊന്നും പുറത്തു വന്നിട്ടില്ല. ഒരു മനുഷ്യനെയും എനിക്ക് വിശ്വാസമില്ല" എന്നിങ്ങനെ ജാസ്മിൻ ജാഫറിന്റെ വാക്കുകളാണ്.